കാനഡയിൽ മഞ്ഞില്ലേ എന്ന് ചോദിക്കണവർക്ക് ഇതേ കാണും, ഇത്രയും മഞ്ഞ് മതിയില്ലേ. ഇപ്രാവശ്യം മഞ്ഞ് ഭയങ്കര കൂടുതലാണ്. സ്നോ സ്ട്രോമിൽ ഏകദേശം പറഞ്ഞേക്കണത് 20 തൊട്ട് 40 സെൻറ്റിമീറ്റർ സ്നോ പെയ്യുന്ന. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാല് വെച്ച് കാണിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുന്നില്ല. ഇതുകൊണ്ടാ ഞാൻ ബൂട്ടായിട്ടേക്കണത്. ലിറ്ററലി എൻ്റെ കാല് മുങ്ങുള്ളത്. ഇതിപ്പോൾ പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് രാത്രി 10 മണി വരെയും ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ നടക്കുന്നത് സൈഡ് വാക്കിൽ കൂടെ ഒന്നുമല്ല കേട്ടോ, റോഡിൻ്റെ നടുക്കി കൂടെ. സൈഡ് വാക്കിൽ കൂടെ നടക്കാനുള്ളൊരു വഴി അവിടെ ഉണ്ടോയെന്ന് പോലും നമുക്ക് മനസ്സിലാവണില്ല. അപ്പം മഞ്ഞില്ലേ എന്ന് ഇനി ആരും ചോദിക്കരുത്. നല്ല രീതിക്ക് മഞ്ഞുണ്ട്. ഫീൽസ് ലൈക്ക് -24 ഡിഗ്രിയാണ്. പക്ഷെ മഞ്ഞ് പെയ്യണമുണ്ട്, അത്രയും തണുപ്പ് അങ്ങോട്ട് തോന്നണില്ല. അതുകൊണ്ട് മാത്രം വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. മറ്റേ എന്താ പറയുക, വെള്ള പൊതച്ച് കിടക്കുന്ന അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ട് കവറായ കാനഡ. ഇതാണ് കാനഡ. ആഹാ, 12 മണിക്കൂർ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇമാതിരി മഞ്ഞിൽ നീന്തി വീട്ടിലെത്തി. ഇനി ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ കിടന്നുറങ്ങി പിന്നെയും മഞ്ഞിൽ നീന്തി 12 മണിക്കൂർ ഷിഫ്റ്റ് പോയിട്ട് പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരാളും അവിടെ ഇരുന്നിട്ട് പറയരുത്, കാനഡയിൽ പോയിട്ട് നീയൊക്കെ അങ്ങോട്ട് സമ്പാദിക്കല്ലേ എന്ന്. മേവർ, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സമ്പാദിക്കുന്നത്.